ഇത് കണ്ടിട്ട് മുരയും പതയും വന്ന് കൊതിപ്പിട്ടിച്ച് ചാവരുത് നിങ്ങൾ. ഒന്നാണെങ്കിലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നാണ് പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞാൻ യോജിക്കുന്നില്ല. ഒലക്കെടുത്ത് അവന്റെ മണ്ട അടിച്ച് പൊട്ടിക്കണോ? അങ്ങനെ പൊട്ടിക്കാൻ തോന്നുന്ന കുറച്ച് പപ്പടവണങ്ങളെയാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോണത്. നല്ല പച്ചില പാമ്പ് കുത്തിയ പച്ചില മാവിൽ നിന്നും പച്ച മാങ്ങ പിറക്കി അരിഞ്ഞെടുത്ത് അതിൽ കുറച്ച് എണ്ണ ചാലിച്ചതിന് ശേഷം ഭംഗിക്ക് വേണ്ടി 2 ഷാമ്പൂ കൂടെ അതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. രുചികരമായ വിഷമാങ്ങ റെഡി. ആ സ്വാദിഷ്ടമായ വിഷം നിങ്ങളുടെ വായിലേക്കിട്ട് മുണുങ്ങി ചവച്ചിറക്കുക. ഇങ്ങനെ ചവച്ചിറക്കി കൊതിയോടെ തിന്നണ യവന്മാരാണ് ഞാൻ പറഞ്ഞതില്ല ആദ്യത്തെ അപരാധികൾ. പിറ്റേ ദിവസം കക്കൂസി ഇരിക്കുമ്പോഴും എവന്റെയൊക്കെ എവിടെയൊക്കെ കണ്ടുണ്ടോ അവിടെ നിന്നൊക്കെ നൊരയും പതയായിരിക്കും പറയണെന്ന്. ടെക്നോളജി ഇത്രയും വളർന്നിട്ടും ഈ നാറികളെ നാറ്റം വെച്ച തലച്ചോറിൽ ബുദ്ധിയും വൃത്തിയും വിവരവും വളർന്നിട്ടില്ലെന്ന്. അടുത്തിരിക്കുന്ന പാവം പിടിച്ച കൊച്ചിന് ഇതൊക്കെ തന്നെയാണ് തിന്നാൻ കൊടുക്കുന്നത്. നാട്ടിലും കൊള്ളാത്ത പേ പിടിച്ച അഴുക്കമയില് ആയെന്ന് പറഞ്ഞാൽ ഒരുപാട് വരെ വികാരം ഉണ്ടാ മുതുക്കെണ്ടേ. ആ വികാരത്തിനെണ്ടാ നീ ഇതേപോലെ പിച്ച് ചീന്തി പീഡിപ്പിക്കണത്. പൗഡർ മാത്രം ആക്കണ്ടാ നീ. കുറച്ച് ലിപ്സ്റ്റിക്കും ഐലൻഡറും സാരിയും ഉടുപ്പിച്ചിട്ട് നീ അതിനെ കല്യാണം കഴിയണം. ഇതാകുമ്പോ തിന്നേം ചെയ്യാൻ വരയ്ക്കുകയും ചെയ്യലടാ. ഒരു വെടിക്ക് 2 മരണം. ഇവന്റെയൊക്കെ തലച്ചോറ് ഇവിടെ ചന്തിയിലായിരിക്കുന്നത്. ഹിന്ദിക്കാരെല്ലാരും ഇങ്ങനെയൊന്നും അല്ല. നല്ല സ്റ്റാൻഡേർഡുള്ള ശുദ്ധഹാസ്യം കാണിക്കുന്ന ടീമുകളും ഉണ്ടെന്ന്. പക്ഷെ ഇവനെയൊക്കെ പോലത്തെ കുറെ ചിരി പടർത്തിയ ഹാസ്യോളികളുണ്ടെന്ന്. ഈ കീടങ്ങളൊക്കെ സ്വന്തമായിട്ടങ്ങ് വിചാരിക്കുന്നു ഞാൻ ചെയ്യണത് വേൾഡ് വൈഡ് കോമഡിയാണെന്ന്. ആദ്യം നിന്റെ കൈ ഇരിക്കണ തുറപ്പെടുത്ത് നിന്റെ തലയൊന്ന് തൂത്ത് വൃത്തിയായ ശേഷം പോയി ഒന്ന് കുളി. അപ്പൊ നിന്റെ ഈ കടി മൂത്ത പറപ്പങ്ങ് നിന്നോളും. എന്താടാ ഇതൊക്കെ? നീ ആ തീനെ പ്ലക്കണടാ കാമ തവളെ. ഇവന്റെ സാമാനം പുത്തിയ പ്ലേറ്റ് വെച്ചായിരിക്കും ഇനി അവന്റെ വീട്ടുകാര് മുങ്ങണതില്ലേ. അവരതും കാണിക്കാൻ നോച്ചെന്റർ. ഈ പെണ്ണായോണ്ട് മാത്രം ഞാൻ ഒന്നും പറയണില്ല. കാരണം ഐ റെസ്പെക്ട് വുമൺ. അങ്ങനെ എഴിച്ച് പൊടി എന്ന് പോകുന്നു. അടുത്ത അവരാധികളെ കൊണ്ട് വരാം. ഓക്കെ.